കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ വൈസ് ചാൻസലർ പോര് തുടരുന്നു. താൽക്കാലിക രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മിനി കാപ്പൻ അയച്ച കത്ത് തള്ളി വീസി രജിസ്ട്രാർ സ്ഥാനത്ത് തുടരണമെന്ന മോഹനൻ കുന്നുമെല്ലെ നിർദ്ദേശമുണ്ട്. പകരം ക്രമീകരണം ഒരുക്കാം എന്നും വൈസ് ചാൻസലർ മിനി കാപ്പന് ഉറപ്പ് നൽകി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ നമുക്കൊപ്പം ചേരുകയാണ്. ഹാൻസ്, ഒരു ഭരണ പ്രതിസന്ധി കേരള സർവകലാശാലയിൽ നിൽക്കുകയാണ്. അതിനിടയിൽ ഈ കസേരകളെയും തുടരുകയാണ്. ഇപ്പോൾ മിനി ഡിജോ കാപ്പൻ എന്തായാലും തുടർന്ന് അവിടെ കസേരയിൽ ഇരിക്കാൻ ആഗ്രഹമില്ല. പക്ഷെ അവിടെ നിന്ന് എണീക്കരുതെന്നാണ് വൈസ് ചാൻസലറുടെ കൽപ്പന. തീർച്ചയായും ബിനിൽ, നിലവിൽ ഇപ്പോൾ കസേരയിൽ നിന്നും മാറണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വിവാദങ്ങൾക്ക് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഈ പദവിയിൽ നിന്ന് മാറ്റിത്തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ മിനി കാപ്പൻ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേലിന് കത്തയച്ചത്. പക്ഷേ ഈ കത്ത് നിരാകരിച്ചിരിക്കുകയാണ് നിലവിൽ VC. താൽക്കാലികമായി ഇപ്പോൾ തൽക്കാലം ഈ സ്ഥാനത്ത് തന്നെ, രജിസ്ട്രാർ സ്ഥാനത്ത് തന്നെ തുടരാനാണ് ഡോക്ടർ മിനി കാപ്പന് വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ നിർദ്ദേശം നൽകിയത്. അതിനോടൊപ്പം തന്നെ പകരം എന്തെങ്കിലും ക്രമീകരണങ്ങൾ സജ്ജമാക്കാം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. ഈ ക്രമീകരണങ്ങൾ തയ്യാറാക്കുന്നത് വരെ തുടരാനും കൂടി VC നിർദ്ദേശം നൽകുന്നുണ്ട്. ഈ പകരം ക്രമീകരണം കൊണ്ട് വൈസ് ചാൻസലർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതെങ്കിലും തരത്തിൽ മറ്റൊരാളെ ഈ സ്ഥാനത്തേക്ക് നിയമിക്കാനാണോ വൈസ് ചാൻസലറുടെ തീരുമാനം എന്നതിൽ വ്യക്തത വരാനുണ്ട്. കാരണം മറ്റൊരാളെ കണ്ടെത്താനുള്ള ഒരു സമയം ആവശ്യമുണ്ട്. ഈ സമയത്തിന് വേണ്ടിയാണോ പകരക്രമീകരണം ഒരുക്കുന്നത് വരെ തുടരാനുള്ള നിർദ്ദേശം നൽകിയത്, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഈ ഫയലുകൾ ഇപ്പോൾ നിലവിൽ രജിസ്ട്രാറായിട്ടുള്ള ഡോക്ടർ മിനി കാപ്പന് പരിശോധിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ സർവകലാശാലയിൽ നിലനിൽക്കുന്ന ഭരണപ്രതിസന്ധിക്ക് മാറ്റം കണ്ടെത്താനാണോ വൈസ് ചാൻസലറുടെ ഇപ്പോഴത്തെ തീരുമാനം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ തീരുമാനങ്ങൾ വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനോടൊപ്പം തന്നെ രജിസ്ട്രാറായ KS അനിൽകുമാർ തുടരുകയാണ്. പക്ഷേ അതിനോടൊപ്പം അദ്ദേഹം നോക്കുന്ന ഫയലുകൾ മാറ്റിവെക്കുന്ന നിലപാടാണ് വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ രജിസ്ട്രാർ KS അനിൽകുമാർ പരിശോധിച്ച ഫയലുകൾ മാറ്റിവെക്കുകയും മിനി കാപ്പൻ പരിശോധിച്ച ഫയലുകൾക്ക് അംഗീകാരം നൽകുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഭരണപ്രതിസന്ധി തുടരുന്നു. വിദ്യാർത്ഥികളെ ഇത് രൂക്ഷമായ രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നു. ഉറപ്പായും സർവകലാശാലയുടെ പ്രവർത്തനത്തെയും വിദ്യാർത്ഥികളെയുമാണ് ഇത് രൂക്ഷമായി ബാധിക്കുന്നത്, ഈ കസേരകളിൽ തുടരുമ്പോൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം നിലവിലെ രജിസ്ട്രാറുടെ ചുമതല വഹിച്ചിരുന്ന KS അനിൽകുമാറിനെതിരെ കൂടുതൽ നടപടിക്ക് മുതിരേണ്ടതില്ല എന്നുള്ളത്, അത് തിരിച്ചടിയാകും എന്നൊരു നിയമോപദേശം ഗവർണർക്ക് രാജ്ഭവന് ലഭിച്ചിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഹാൻസ് ജോൺ.